ഹലോ എവ്രി വൺ, വെൽക്കം ടു റൈസ് അപ്പ്. അപ്പോൾ നമ്മുടെ ആറ്റിറ്റ്യൂഡ് നമ്മൾ സെക്കൻഡ് ഡേ ആണ്. ഈ ദിവസം നമ്മൾ ബേസിക്കലി ആറ്റിറ്റ്യൂഡ് ബിഹേവിയർ തമ്മിലുള്ള ആ ഒരു ഗ്യാപ്പ് അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡ് ആൻഡ് ബിഹേവിയർ തമ്മിലുള്ള ഒരു കോറിലേഷനെ പറ്റിയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്കറിയാം ആറ്റിറ്റ്യൂഡ് ഡിറ്റർമൈൻസ് അവർ ബിഹേവിയർ. നമ്മുടെ ആറ്റിറ്റ്യൂഡിനനുസരിച്ചാണ് നമ്മുടെ ബിഹേവിയർ എങ്കിൽ നമുക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പക്ഷേ ആറ്റിറ്റ്യൂഡും നമ്മുടെ ബിഹേവിയറും തമ്മിലൊരു ഗ്യാപ്പ് വരുന്ന സമയത്ത് നമുക്കൊരു സ്ട്രെസ് അല്ലെങ്കിൽ നമുക്കൊരു മാനസികമായിട്ടൊരു പ്രശ്നം ഫീൽ ചെയ്യും. അപ്പം അതിനെയാണ് കോഗ്നിറ്റീവ് ഡിസണൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യൻ ആണെങ്കിലും ഈ പറയുന്ന ആറ്റിറ്റ്യൂഡ് ബിഹേവിയർ തമ്മിലുള്ള ആ ഒരു ഡൈവേർജൻസിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ഹൗ ക്യാൻ പ്രജുഡിസ്ഡ് ആറ്റിറ്റ്യൂഡ് അഫക്ട് ദ ബിഹേവിയർ ഓഫ് പബ്ലിക് സർവൻസ് ടുവേർഡ്സ് സിറ്റിസൺ? ഇല്ലസ്ട്രേറ്റ് വിത്ത് എക്സാമ്പിൾ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ആറ്റിറ്റ്യൂഡ് വളരെ പ്രജുഡിസ്ഡ് ആണെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ ബിഹേവിയറിനെ അല്ലെങ്കിൽ പബ്ലിക് സർവൻസിൻ്റെ ബിഹേവിയർ എങ്ങനെയാണ് മാറുന്നത്, അല്ലെങ്കിൽ സിറ്റിസണിനോടുള്ള പബ്ലിക് സർവൻറ്റിൻ്റെ ബിഹേവിയറിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത് എന്നുള്ളതാണ് ചോദ്യം. പിന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇല്ലസ്ട്രേറ്റ് വിത്ത് എക്സാമ്പിൾസ് എന്ന് പറയുന്നത്. ഇല്ലസ്ട്രേറ്റ് വിത്ത് എക്സാമ്പിൾസ് എന്ന് പറയുമ്പോൾ നമ്മൾ കൂടുതൽ എക്സാമ്പിൾ ഓറിയൻറ്റഡ് ആയിട്ട് എഴുതണം. പോയിന്റ് വേണം, പോയിന്റിൻ്റെ ഒപ്പം തന്നെ ആ പോയിന്റിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സാമ്പിൾ കൂടി കൊടുത്തു കഴിഞ്ഞാൽ അതിനെയാണ് ബേസിക്കലി ഇല്ലസ്ട്രേറ്റ് വിത്ത് എക്സാമ്പിൾ എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ വേണം ഈ ക്വസ്റ്റ്യൻ എഴുതാൻ. അപ്പോൾ ക്വസ്റ്റ്യൻ്റെ ഒരു മോഡൽ എന്ന് പറയുന്നത് എങ്ങനെയാണ് പ്രജുഡിസ്ഡ് ആറ്റിറ്റ്യൂഡ് നെഗറ്റീവ് ജഡ്ജ്മെൻറ്റ് ഉണ്ടാക്കുന്നത് എന്നുള്ള രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ഒരു കോട്ട് ബേസ്ഡ് ആയിട്ട് തുടങ്ങാം. അതിൻ്റെ ശേഷം എങ്ങനെയാണ് പ്രജുഡിസ്ഡ് ആറ്റിറ്റ്യൂഡ് ബിഹേവ്സ് ദ പബ്ലിക് സർവൻസ് ബിഹേവിയർ ടുവേർഡ്സ് സിറ്റിസൺസ് എന്നുള്ള രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻ എഴുതാം. വളരെ ഡയറക്റ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. ഇവിടെ ഇനീഷ്യലി വരുമ്പം ഇവിടെ കൊടുത്തിരിക്കുന്ന ഒരു കോട്ട് എന്ന് പറയുന്നത് പ്രജുഡിസ് ഇസ് എ ബേർഡൻ ദാറ്റ് കൺഫ്യൂസസ് ദ പാസ്റ്റ്, ത്രെറ്റൻസ് ദ ഫ്യൂച്ചർ ആൻഡ് റെൻഡേഴ്സ് ദ പ്രസൻറ്റ് ഇനാക്സസിബിൾ. അപ്പോൾ ഇത് ഭയങ്കര റെലവൻ്റ് ആയിട്ടുള്ളൊരു കോട്ടാണ്. ഇപ്പോൾ പ്രജുഡിസ്ഡ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡാണ് നമ്മുടേതെങ്കിൽ നമ്മളെപ്പോഴും നമ്മുടെ മനസ്സെപ്പോഴും ജഡ്ജ് ചെയ്തിട്ട് ആളുകളോട് ബിഹേവ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ സപ്പോസ് മെൻ ഈസ് മോർ ഇൻ്റലിജൻറ്റ് ദാൻ വിമൻ എന്നൊരു പ്രജുഡിസ് നമുക്കുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ പണ്ട് തൊട്ടേ കണ്ടുവരുന്നതായിരുന്നു മെന്നിനാണ് കൂടുതൽ ഇപ്പോൾ കോമ്പറ്റേറ്റീവ് എക്സാംസോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ഈ പറയുന്ന ഇൻ്റലിജൻറ്റ് ബേസിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ സയൻസ് റിലേറ്റഡ് കാര്യങ്ങൾ, മാത്സ് റിലേറ്റഡ് കാര്യങ്ങൾ ചെയ്യാൻ മെന്നിനാണ് കഴിവ് കൂടുതൽ എന്നുള്ളത് ഒരു പ്രജുഡിസാണ് ബേസിക്കലി. ഇങ്ങനെ ഒരു പ്രജുഡിസ് മനസ്സിൽ വെച്ചിട്ടാണ് നമ്മൾ ബിഹേവ് ചെയ്യുന്നതെങ്കിൽ ഇങ്ങനെയുള്ള ഫീൽഡുകളിൽ നമ്മളൊരു ഇൻ്റർവ്യൂ എടുക്കുമ്പോൾ അവിടെ വിമണാണ് കാൻഡിഡേറ്റ് വരുന്നത്. ഇവൻ ഇഫ് ആ വിമൻ കാൻഡിഡേറ്റ് വളരെ നന്നായിട്ട് പെർഫോം ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ഉള്ളിലൊരു പ്രജുഡിസ് ഉണ്ട്, വിമണിനെ കൊണ്ട് ഈ ജോലി ചെയ്യാൻ പറ്റില്ല എന്ന്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ആളെ എടുക്കാതിരിക്കും. സോ ഇത് നമുക്ക് പണ്ട് മുതലേ ഉള്ള പീരീഡിൽ നമുക്ക് ഇങ്ങനെയുള്ള പല എക്സാമ്പിൾസും കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് എന്ത് ചെയ്യും, കൺഫ്യൂസസ് ദ പാസ്റ്റ്, അതുപോലെ തന്നെ ത്രെറ്റൻസ് ദ ഫ്യൂച്ചറിനെ ത്രെറ്റൻ ചെയ്യുന്നത് പ്രജുഡിസ്. അതുപോലെ തന്നെ പ്രസൻറ്റ് ആണെങ്കിൽ ഇന്നാക്സസിബിൾ ആവും, അവിടെ ഡിസ്ക്രിമിനേഷൻസ് ഉണ്ടാവും, അതുപോലെ തന്നെ അവിടെ ആക്സസിബിലിറ്റി കുറവുണ്ടാവും, ആക്സസിബിലിറ്റി പ്രശ്നം ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഇതിനോട് വളരെ റെലവൻ്റ് ആയിട്ടുള്ളൊരു കോട്ടാണ്. അപ്പോൾ അതിനെ എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് ക്വസ്റ്റ്യനുമായിട്ടും കൂടി ഒന്ന് കണക്ട് ചെയ്യാൻ വേണ്ടി നോക്കുക. കാരണം പ്രജുഡിസ്ഡ് ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ പ്രീ കൺസീവ്ഡ് ഓപ്ഷൻസ് അബൌട്ട് ഇൻഡിവിജ്വൽസ് ഓർ ഗ്രൂപ്പ് വിത്തൗട്ട് ഒബ്ജക്റ്റീവ് അസസ്മെൻറ്റിനെയാണ് നമ്മൾ പ്രജുഡിസ് എന്ന് വിളിക്കുന്നത്. അതായത് നമ്മൾ ഓൾറെഡി പ്രത്യേകിച്ച് മെറിറ്റോ അല്ലെങ്കിൽ അതിൽ ഒബ്ജക്റ്റിവിറ്റിയോ ഒന്നും ഉണ്ടാവില്ല, പക്ഷേ ഒരു നമ്മുടെ പ്രീ കൺസീവ്ഡ് ആയിട്ടുള്ള നമ്മുടെ ഒരു ഒപ്പീനിയനാണ്, നമ്മുടെ ഒരു ജഡ്ജ്മെൻ്റാണ് ബേസിക്കലി ഈ പറയുന്ന പ്രജുഡിസ് എന്ന് പറയുന്നത്. പബ്ലിക് സർവീസിൽ അങ്ങനെയുള്ള ആസ്പെക്റ്റുകൾ വന്നു കഴിഞ്ഞാൽ അത് ഇക്വാളിറ്റി, ജസ്റ്റിസ്, ഇമ്പാർഷ്യാലിറ്റി ഒക്കെ പോലെയുള്ള ഐഡിയൽസിനെ എന്ത് ചെയ്യും, അണ്ടർമൈൻ ചെയ്യും എന്നുള്ള രീതിയിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൻ്റെ ഇൻട്രോ കൊണ്ടുവരാൻ പറ്റും. എങ്ങനെയാണ് ഇതിൻ്റെ മാനിഫെസ്റ്റേഷൻസ് പബ്ലിക് സർവീസ് ഡെലിവറിയിൽ കാണാൻ പറ്റുക എന്നുള്ളതും കൂടി ഇവിടെ എന്ത് ചെയ്യാം, നമ്മൾ കാണിച്ചു കൊടുക്കുക. അപ്പോൾ ഇമ്പാർഷ്യാലിറ്റി ആൻഡ് ഫെയർനെസ്, ഇറോഷൻ ഓഫ് ഇമ്പാർഷ്യാലിറ്റി ആൻഡ് ഫെയർനെസ് നമ്മൾ ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെ സിറ്റിസണിനെ ഇപ്പോൾ എന്ത് ചെയ്യും, കാസ്റ്റിൻ്റെ ബേസിലായിരിക്കും അല്ലെങ്കിൽ റിലീജിയൻ അല്ലെങ്കിൽ ജെൻഡറിൻ്റെ ബേസിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, ട്രീറ്റ് ചെയ്യുന്നുണ്ടാവുക. ദാറ്റ് വയലേറ്റ്സ് ദ പ്രിൻസിപ്പിൾ ഓഫ് ന്യൂട്രാലിറ്റി. അപ്പം അത് നമുക്ക് വേണമെങ്കിൽ അവിടെ കൊടുക്കാം. അതിനൊരു എക്സാമ്പിളും കൂടി വെച്ചിട്ട് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാം. റവന്യൂ ഓഫീസർ ഗിവിംഗ് പ്രിഫറൻഷ്യൽ ട്രീറ്റ്മെൻറ്റ് ടു ഇൻഫ്ലുവൻഷ്യൽ ലാൻഡ് ഓണേഴ്സ് വൈൽ ഡിലേയിങ് ദ ആപ്ലിക്കേഷൻസ് ഓഫ് മാർജിനലൈസ്ഡ് ഫാമേഴ്സ് ബേസ്ഡ് ഓൺ കാസ്റ്റ് ഓർ ക്ലാസ് പ്രജുഡിസ് വെച്ചിട്ടാണ്. ഇപ്പോൾ ചില സ്ഥലങ്ങളിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം, പൈസ ഉള്ളവരോടോ അല്ലെങ്കിൽ ഹയർ കാസ്റ്റിലുള്ള ആളുകളോട് വളരെ നന്നായിട്ട് ബിഹേവ് ചെയ്യുന്ന ഓഫീസേഴ്സിനെയും അതുപോലെ തന്നെ പുവർ ആയിട്ടുള്ള അല്ലെങ്കിൽ ലോവർ കാസ്റ്റിലുള്ള ആളുകളോട് വളരെ മോശമായിട്ട് ബിഹേവ് ചെയ്യുന്ന ഓഫീസേഴ്സിനെയും നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിൻ്റെ ഒരു മാനിഫെസ്റ്റേഷൻ നമുക്ക് പറയാം.
അതുപോലെ തന്നെ ഡിസ്ക്രിമിനേറ്ററി സർവീസ് ഡെലിവറി ആയിരിക്കും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പം ചിലപ്പോൾ ട്രൈബൽ സെറ്റിൽമെൻറ്റിൽ എന്ത് ചെയ്യുന്നില്ല, ഹെൽത്ത് വർക്കർ പോയിട്ട് വാക്സിൻ കൊടുക്കുക അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധനങ്ങൾ കൊടുക്കുന്നില്ല, അവിടെ അൺടച്ചബിലിറ്റി പ്രാക്ടീസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ബാക്കിയുള്ള തൊട്ടടുത്തുള്ള വെൽത്തി ആയിട്ടുള്ള അടുത്തൊക്കെ പോയിട്ട് പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ വയലേഷൻ ഓഫ് ഹ്യൂമൻ ഡിഗ്നിറ്റി. അപ്പോൾ ഇതിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മുടെ ഈ ജോബിലൊക്കെ ഉണ്ടാകുന്ന പല ഡിസ്ക്രിമിനേഷൻസും ഇതിൽ കാണാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് എക്സാമ്പിൾ പറയാൻ പറ്റുകയാണെങ്കിൽ പ്രിസൺസിലൊക്കെ ഇത്രയും നാൾ, ഇപ്പോൾ റീസെൻ്റ്ലിയാണ് അത് ചേഞ്ച് ചെയ്തത്, സുപ്രീം കോർട്ട് പ്രിസൺസിലൊക്കെ കാസ്റ്റ് ബേസ്ഡ് ആയിട്ട് വർക്ക് കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ കുക്കിംഗ് ഒരു പെർട്ടിക്കുലർ കാസ്റ്റിലുള്ളവർക്ക്, ക്ലീനിങ് കുറച്ച് പെർട്ടിക്കുലർ കാസ്റ്റിലുള്ള ലോവർ കാസ്റ്റിലുള്ളവർക്ക്, ഇങ്ങനെയുള്ള രീതിയിൽ ഹ്യൂമൻ ഡിഗ്നിറ്റീനെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ പ്രിസണിൽ കാസ്റ്റ് ബേസ്ഡ് ആയിരുന്നു ഓക്യുപ്പേഷൻ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിനെ അബോളിഷ് ചെയ്യണമെന്ന് കോർട്ട് റീസെൻ്റ്ലി സുപ്രീം കോർട്ട് റീസെൻ്റ്ലി ജഡ്ജ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ കാണാൻ വേണ്ടി, ഇവിടെ കൊടുക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ജെൻഡർ ബേസ്ഡ് ബയസ് ഇൻ അഡ്മിനിസ്ട്രേറ്റീവ് ആക്ഷൻസ്. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജെൻഡർ ബേസ്ഡ് ആസ്പെക്റ്റുകൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇപ്പോൾ വിമൺ ആയിട്ടുള്ള ഒരാളെ ഹയർ പൊസിഷനിലേക്ക് വരാൻ സമ്മതിക്കാത്തത്, ഗ്ലാസ് സീലിംഗ് പോലെയുള്ള കാര്യങ്ങൾക്ക് ഇത് കാരണമാവുന്നുണ്ട്. അപ്പം വിമണിന് കേപ്പബിലിറ്റി ഇല്ല എന്നുള്ള രീതിയിൽ നമുക്ക് ഇവിടെ ആളുകൾ പ്രജുഡിസ്ഡ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ സ്റ്റീരിയോടൈപ്പ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അങ്ങനെയുള്ള ആറ്റിറ്റ്യൂഡ് നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാൻ വേണ്ടി പറ്റും. ആൻഡ് റെഡ്യൂസ്ഡ് എംപതി ആൻഡ് കമ്പാഷൻ. പബ്ലിക് സർവീസിൽ നമുക്ക് എപ്പോഴും എന്ത് വേണം, എംപതി ആൻഡ് കമ്പാഷൻ പോലെയുള്ള കാര്യങ്ങൾ വേണം. ഇപ്പോൾ പ്രജുഡിസ്ഡ് ആറ്റിറ്റ്യൂഡ് ഉള്ളവർക്ക് ഈ പറയുന്ന ഹ്യൂമൻ കൺസേൺസ് വളരെ കുറവായിരിക്കും. അവരെപ്പോഴും ചിലപ്പോൾ ഒരുപക്ഷെ ഒബ്ജക്റ്റിവിറ്റീൻ്റെ പുറകെ പോകുന്നതായിരിക്കും, അല്ലെങ്കിൽ അവർ അവരുടെ ഉള്ളിലുള്ള ജഡ്ജ്മെൻറ്റിൻ്റെ പുറകെ പോകുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നില്ല, പലപ്പോഴും വൾണറബിൾ സെക്ഷനെ കേറ്റർ ചെയ്യാനോ അല്ലെങ്കിൽ അവരോട് കമ്പാഷനേറ്റ് ആയിട്ട് ബിഹേവ് ചെയ്യാനോ പബ്ലിക് സർവൻസിന് പറ്റില്ല. അവർ കൂടുതലും എന്ത് ചെയ്യും, ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ അവർക്ക് ഗുണമുണ്ടാകുന്ന, അവരുടെ മെറിറ്റിനെ ഹെൽപ്പ് ചെയ്യുന്ന ആളുകളിലെ ആയിരിക്കും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവുക എന്നുള്ള രീതിയിൽ നമുക്കിവിടെ കൊടുക്കാൻ വേണ്ടി പറ്റും. ഡിസ്റ്റോർഷൻ ഓഫ് ഡിസിഷൻ മേക്കിംഗ് ആൻഡ് റിസോഴ്സ് അലോക്കേഷൻ. അപ്പം അതിലാണെങ്കിലും എന്തുണ്ടാവും, ഇഷ്യൂസ് ഉണ്ടാവും. അതായത് നമ്മൾ ഒരു ഗ്രാൻഡോ അല്ലെങ്കിൽ എന്തെങ്കിലും മോണിറ്ററി ബെനിഫിറ്റ്സോ അല്ലെങ്കിൽ അങ്ങനെയുള്ള റിസോഴ്സൊക്കെ അലോക്കേറ്റ് ചെയ്യുന്നതിൽ നമുക്ക് താല്പര്യമുള്ള ഗ്രൂപ്പുകളോടോ അല്ലെങ്കിൽ നമ്മുടെ സെയിം കാസ്റ്റ് ഗ്രൂപ്പിനോടോ അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ളവരെയൊക്കെ ഫേവർ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. സോ അവിടെയും ഈ പറയുന്ന പ്രജുഡിസ്ഡ് ആറ്റിറ്റ്യൂഡ് വർക്ക് ചെയ്യും. സിമിലർലി ഈ ഒരു പ്രജുഡിസ്ഡ് ആറ്റിറ്റ്യൂഡ്സ് വന്നു കഴിഞ്ഞാൽ ലോസ് ഓഫ് പബ്ലിക് ട്രസ്റ്റ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ലെജിറ്റിമസി നഷ്ടപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇത് ഇവഞ്ച്വലി നിങ്ങൾ താഴേക്കുള്ളൊരു പോയിൻ്റായിട്ട് എഴുതിയാൽ മതിയെന്നേ ഉള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ഈ പറയുന്ന ബിഹേവിയർ കാരണം നമുക്ക് സോഷ്യൽ ഏലിയനേഷൻ അല്ലെങ്കിൽ ഐസൊലേഷൻ പോലെയുള്ള കാര്യങ്ങൾ, ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ കമ്മ്യൂണിറ്റീനെ ഏലിയനേറ്റ് ചെയ്യുന്നതൊക്കെ ആയിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതും നമുക്ക് എന്ത് ചെയ്യാം, എക്സാമ്പിളായിട്ട് ഇവിടെ കൊടുക്കാം എന്നുള്ളതേ ഉള്ളൂ. ആൻഡ് ഇവഞ്ച്വലി ഇതിൻ്റെ ഒരു വേ ഫോർവേഡ് എന്നുള്ള രീതിയിൽ, ഇപ്പോൾ ഇവിടെ ഒരു ഇഷ്യൂ ആണ് നമ്മൾ പറഞ്ഞത്, അപ്പോൾ അതിൻ്റെ വേ ഫോർവേഡ് എന്നുള്ള രീതിയിൽ കുറച്ച് ആസ്പെക്റ്റുകളും കൂടി കൊടുക്കുക. പബ്ലിക് സർവൻസ് എന്ത് ചെയ്യുക, ഈ പറയുന്ന ഒബ്ജക്റ്റിവിറ്റി, എംപതി, കമ്പാഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൾട്ടിവേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്യുക ത്രൂ വാല്യൂ ബേസ്ഡ് എഡ്യൂക്കേഷൻ, അതുപോലെ തന്നെ സെൻസിറ്റൈസേഷൻ പ്രോഗ്രാംസ്, സിറ്റിസൺ സെൻട്രിക് ഗവേണൻസ്, ഇങ്ങനെയുള്ള ആസ്പെക്റ്റുകളൊക്കെ കൊണ്ടുവന്നിട്ട് ഇതിനെ എന്ത് ചെയ്യുക, ഈ പറയുന്ന ബയസുകളെ റിമൂവ് ചെയ്യുക എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് വേ ഫോർവേഡ് കൊടുക്കാം. ആൻഡ് ആസ് എ കൺക്ലൂഷൻ, നമ്മുടെ പബ്ലിക് സർവൻസ് എപ്പോഴും എന്ത് ചെയ്യണം, ഈ പറയുന്ന വാല്യൂസ് അപ്ഹോൾഡ് ചെയ്യുക, കോൺസ്റ്റിറ്റ്യൂഷൻ അപ്ഹോൾഡ് ചെയ്യുക എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിനെ കൺക്ലൂഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ഇതാണ് ആറ്റിറ്റ്യൂഡിൻ്റെ ഒരു ആസ്പെക്റ്റ് എന്ന് പറയുന്നത്. സോ താങ്ക് യു.